ശരണം ശരണം ഗുരുബാബ, അന്ത്യശരണം ഗുരുബാബ. എല്ലാവർക്കും നമസ്കാരം. എഴുതി തുടങ്ങിയ പ്രാർത്ഥന 24 വരിയിലും 34, 44, 54 വരികളിലൊന്നും നിന്നില്ല. 166 വരിയായപ്പോൾ മനമില്ലാ മനസ്സോടെ നിർത്തി. വീണ്ടും ആശ്രമത്തിലെത്തിയപ്പോൾ എഴുതിയ പ്രാർത്ഥനയുടെ പേപ്പർ ഫ്രണ്ട് ഓഫീസിൽ ഏൽപ്പിച്ചു. ഹാളിലേക്ക് നടന്നു. അന്നും അവിടെ ഹാൾ നിറയെ ഭക്തരുണ്ടായിരുന്നു. അവരുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. സമയം ഏറെ കഴിഞ്ഞതും ഞാൻ എഴുതി കൊടുത്ത പേപ്പറുമായി ഒരു മേഡം വരുന്നത് ഞാൻ ആദ്യമേ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സൊന്ന് പതറി. ദൈവമേ, ഇനി എന്തായിരിക്കും പ്രശ്നം? ഹൃദയത്തിനുള്ളിലൂടെ ഒരു വിറയൽ. അപ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, ആരാണ് കോമളം? ഞാൻ കൈ ഉയർത്തിപ്പിടിച്ചു. എൻ്റെ കൈവശം പേപ്പർ തന്നവർ പറഞ്ഞു, ഈ പ്രാർത്ഥന ഒറ്റയ്ക്ക് പാടാനാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പേപ്പർ വാങ്ങി പാടിത്തുടങ്ങി. ഗുരുവായൂരപ്പൻ്റെ ഇടതുവശം, മമ്മിയൂരപ്പൻ്റെ വലതുഭാഗം തുടങ്ങുന്ന വരികളിലൂടെ പാടിത്തീർന്നപ്പോഴേക്കും കിതപ്പ് തുടങ്ങി, ക്ഷീണം വന്നു തുടങ്ങി. എങ്കിലും മനസ്സ് കടൽത്തിര പോലെ കുതിച്ചുയരുകയായിരുന്നു. ആ സന്തോഷം മാത്രമായിരുന്നു. 12 വയസ്സിൽ ആഗ്രഹിച്ചത് 50-ാം വയസ്സിൽ നിറവേറിയ ആത്മാനുഭൂതി. അപമാനിതയായ ഹാളിൽ വെച്ച ആദരണീയയായി എല്ലാവരും പരിചയപ്പെട്ടു. നന്നായിട്ടുണ്ടെന്ന അഭിപ്രായം പറഞ്ഞു. ഈ പ്രാർത്ഥന ദക്ഷിണേശ്വരാമൃതം പുസ്തകത്തിൽ 2 ഭാഗമായാണ് എഴുതിയിട്ടുള്ളത്. ആദ്യ ഭാഗം 104 വരി ഹിമചിത്ര 2 പ്രാവശ്യമായി പാടിത്തന്നതാണ്. ആ സമയങ്ങളിൽ 100-ൽ കവിഞ്ഞ വരികളാണ് പ്രാർത്ഥനയാക്കിയിട്ടുള്ളത്. പിന്നീട് രണ്ടാമത് എഴുതി തീർന്ന പ്രാർത്ഥന ആശ്രമത്തിൽ വെച്ച് വീണ്ടും പാടി. അന്ന് അവിടെ എഴുതുകയും പാടുകയും ചെയ്യുന്ന സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം വരികൾ ചുരുക്കി എഴുതാൻ പറഞ്ഞു. അതിനുശേഷം ചുരുക്കി എഴുതി തുടങ്ങി. ദക്ഷിണേശ്വരാമൃതത്തിലെ പ്രാർത്ഥനകൾ ഇനിയും പാടാനുണ്ട്. 14 പ്രാർത്ഥന എഴുതി കഴിഞ്ഞപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിച്ചു. 111 പുസ്തകങ്ങൾ ഭഗവാന് സമർപ്പിച്ചു. ബാക്കി പുസ്തകങ്ങൾ 1 രൂപ പോലും വാങ്ങാതെ പലർക്കും കൊടുക്കുകയായിരുന്നു. പിന്നീട് ഞാൻ ഒരു പാട്ടുകാരിയെ അന്വേഷിക്കുകയായിരുന്നു. ആ സമയത്ത് വേളൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹത്തിന് പോയി. അപ്പോൾ ഇൻ്റർവെൽ സമയത്ത് ഹിമചിത്ര ഒരു കൃഷ്ണഭക്തിഗാനം പാടിയത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കുട്ടിയെ പരിചയപ്പെട്ടു. അപ്പോഴാണ് അറിയുന്നത് എറണാകുളത്തുള്ള കോളേജിൽ പാട്ട് പഠിക്കാൻ ചേർന്നിട്ടുണ്ടെന്ന്. പിന്നെയും കുറേ വൈകിയാണ് ഹിമചിത്ര പാടിത്തുടങ്ങിയത്. പഠിത്തവും പരീക്ഷയും ഒന്നും ബാധിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതിനാൽ 1 മാസവും ചിലപ്പോൾ 2 മാസവും ഒക്കെയാവും പാടിത്തരാൻ. കഴിഞ്ഞ മെയ് 17-ന് ഹിമചിത്രയുടെ വിവാഹം കഴിഞ്ഞു. ഭഗവാൻ ഗുരുബാബ നൽകിയ അനുഷ്ഠാനങ്ങൾ മുടക്കം തട്ടാതെ ആചരിക്കുമ്പോൾ പലവിധ അത്ഭുതങ്ങളുമാണ് എനിക്കുണ്ടായത്. അതിനാൽ ഞാൻ ഗുരുവിനെ ദൈവമായാണ് ഇപ്പോൾ ആരാധിക്കുന്നത്. ഭഗവാൻ ഗുരുബാബയുടെ ഫോട്ടോ ആശ്രമത്തിലടക്കം താഴെ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഭഗവാൻ എല്ലാവരേക്കാളും താണതാണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കണ്ടത് മൂലം ഭഗവാന്റെ ഫോട്ടോ ചുമരിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. പലർക്കും തോന്നും എനിക്ക് ഒരു തടസ്സവും ഇല്ലാതെയാണ് എൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തതെന്ന്. അത് തെറ്റാണ്. ഞാൻ ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തു പോന്നിട്ടുള്ളത്. അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയുന്നതായിരിക്കും. നമസ്തേ.